മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനക വന്നിട്ട് നവ്യക്ക് ഗുളിക കൊടുക്കുന്നുണ്ട്. നവ്യ മനസ്സിലോർക്കാണ്, ഈശ്വര, പ്രഗ്നന്റ് അല്ലാതെ ഈയുള്ള ഗുളികയെല്ലാം കൂടെ കഴിച്ച് എനിക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് എന്റെ സൗന്ദര്യത്തിന് വല്ല സംഭവിക്കുവോ എന്നിങ്ങനെ നവ്യ ആലോചിക്കുകയാണ്. അങ്ങനെ കനകം വന്ന് വഴക്ക് പറഞ്ഞ് അവളെ കൊണ്ട് ഗുളിക കഴിപ്പിക്കുന്നു. എന്നാൽ കനകം വെള്ളം എടുക്കുന്ന സമയത്ത് ഈ ഒരു ഗുളിക എടുത്ത് നവ്യ എറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നേരെ ചെന്ന് വീഴുന്നത് ജലജയുടെ കയ്യിലേക്കാണ്. ജലജ പെട്ടെന്ന് താഴെ വേണ്ട ഗുളിക എടുത്ത് നോക്കുകയാണ്. ഇവളെന്താ ഈ ഗുളികയൊക്കെ വലിച്ചെറിയുന്നേ? നീ എന്നും ഇതുപോലെയാണോ കഴിക്കാനുള്ള ഗുളികളൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണോ ചെയ്യുന്നത്? അപ്പോഴേക്കും കനകം ഗുളിക വലിച്ചെറിഞ്ഞെന്നോ കാണിച്ചേ. നവ്യ, ഇത് നീ വായിട്ട ഗുളികയല്ലേ, ഇതെങ്ങനെ നീ കളഞ്ഞെന്ന് ചോദിക്കുന്നു. അമ്മയ്ക്ക് അറിയില്ലേ, ചെറുപ്പം തൊട്ട് ഞാൻ ഇതുപോലെ ഗുളിക കഴിക്കാറില്ല എന്ന്. ഞാൻ അങ്ങനെ ഗുളിക കഴിക്കും, ഭയങ്കര ചവർപ്പാമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകം പറയാണ്, പണ്ടത്തെ പോലെയാണ് ഇപ്പം, നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. കുഞ്ഞുനാള് തൊട്ട് ഇതുപോലെ തന്നെയാ. ഇപ്പൊ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കാര്യം നീ മറന്നുപോയോ? നിനക്ക് വേണ്ടിയല്ല, നിന്റെ കുഞ്ഞിനോട് നീ കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. ജലജ ചോദിക്കുകയാണ്, എന്നും നീ ഇതുപോലെ തന്നെയാണോടി, എല്ലാം വലിച്ചെറിയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, അല്ലമ്മേ, ഞാന് ഇന്നെന്റെ വായിക്ക് ഭയങ്കര കയ്പ് പോലെ, എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ മനസ്സിലോർക്കാണ്, ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. ഗർഭിണികൾ സാധാരണ ഗുളികക്ക് കൃത്യസമയത്ത് കഴിക്കുന്നതാ, ഇവക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഗുളികകൾ പറക്കി എറിയില്ലല്ലോ എന്നിങ്ങനെ അവള് മനസ്സിലാലോചിക്കുന്നുണ്ട്. അങ്ങനെ ജലജ നേരെ അബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അബിയോട് പറയാണ്, നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളിന്ന് കനക നിർബന്ധിച്ചു കൊടുത്ത ഗുളിക അവളെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ടോ എന്ന് ചോദിക്കുകയാണ് അബി. അപ്പം ആ കനകമാണല്ലോ 2-3 അടിയും കൊടുത്തു അവക്കിട്ട്. അവള് പറഞ്ഞ അനുസരിക്കില്ലെന്നും ചെറുപ്പം തൊട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാ കനക അടിച്ചത്. അവളോട് ചോദിച്ചപ്പം അവളുടെ വായിക്ക് നല്ല കയ്പായിട്ടാന്ന് അവള് പറഞ്ഞെന്ന് പറയുന്നു. നബി പറയാണ്, ഇവളെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ, എങ്ങനെയും കഴിക്കാതിരുന്ന് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ജലജ പറയുന്നു, അവക്ക് കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗുളികയൊക്കെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോ ഗർഭിണിയും കൃത്യമായിട്ട് കഴിക്കുന്ന തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടടാ, അവളുടെ വയറ് കണ്ടിട്ടും എനിക്ക് നല്ല സംശയമുണ്ട്, ഓരോ ദിവസം വയറ് ഓരോ രീതിക്കായിരിക്കുന്നതൊക്കെ ജലജ പറയുന്നുണ്ട്. അപ്പൊ അബി പറയാണ്, ആ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജലജ പറയാണ്, നീ അവളുടെ ഭർത്താവല്ലേ, നിനക്കൊന്ന് ചെക്ക് ചെയ്യത്തില്ലെന്ന് ചോദിക്കുമ്പോ അമ്മയല്ലേ പറഞ്ഞത് അവളുടെ കൂടെ പോകാൻ പാടില്ല എന്ന്, പിന്നെ ഞാൻ അങ്ങനെ അവളുടെ കൂടെ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ജലജ പറയാണ്, ബാക്കി എല്ലാ കാര്യം ഞാൻ പറയാൻ നിനക്കറിയാലോ, ഇത് മാത്രം നിനക്ക് അറിയാത്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവളെന്നെ അടുപ്പിക്കുന്ന കൂടി ഇല്ല, അവളെന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് പറയാണ്. അങ്ങനെ ജലജ പറയാണ്, ഇതിപ്പം അവസാന സമയത്തേക്ക് അടുത്തു, വളകാപ്പ് നടത്താൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പേ എന്തെങ്കിലും ചെയ്തിട്ട് അവളുടെ കുഞ്ഞിനെ നശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഈ വീടിന് അനന്തരാവകാശിയായിട്ട് ഒന്നുമില്ലാത്തവളുടെ കുട്ടിയായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ജീവിതം മുഴുവൻ നീ ലോക്കായി പോവും, നിനക്ക് മറ്റൊരിക്കലും വിവാഹം കഴിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ജലജ പറയുന്നുണ്ട്. അപ്പൊ അബി പറയാണ്, അതിനിപ്പോ എന്താമേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ നാളെ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജലജ ഒരു ഡോക്ടറെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് പറയുന്നുണ്ട്, ഇതുപോലെ എനിക്ക് കുഞ്ഞിനെ വേണ്ട, കളയണം എന്നൊക്കെ പറയാണ്. ആ ഡോക്ടറാണെങ്കിലും ക്യാഷ് മേടിച്ചിട്ട് അവർക്ക് അതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു. ആ ഡോക്ടർ പറയുന്നുണ്ട്, ഈ ഒരു ടാബ്ലറ്റ് പാലിൽ കലക്കി കൊടുത്താൽ പാലിലെ ജ്യൂസിൽ കലക്കി കൊടുത്താൽ മാത്രം മതി, പിന്നെ നിങ്ങൾ ഒന്നും അറിയണ്ട. അവൾ അതോടുകൂടി അവളുടെ ആ കുഞ്ഞ് അപ്പൊ തന്നെ അബോഷനായി പൊക്കോളും. അബോഷൻ ആകുന്ന സമയത്ത് വേറൊരു ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകാൻ പാടില്ല, ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. അതാകുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആക്കി തെറ്റ് അവളുടെ ഭാഗത്താന്ന് വരുത്തി തീർക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജലജ പറയാണ്, പറ്റുമെങ്കിൽ അവളെ കൂടി അങ്ങ് തീർത്തേക്കെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണ, ഇല്ലില്ല, അതൊരിക്കലും പറ്റില്ല. ഈ ഒരു കുട്ടിയുടെ കാര്യം തന്നെ വരുമ്പോൾ നല്ല അന്വേഷണമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അന്വേഷണം തന്നെ വരും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, ഇത്രയും വലിയ കുടുംബത്തിലെ പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അത് വലിയ ഇഷ്യൂ ആകും, അതൊന്നും വേണ്ട എന്ന് ഡോക്ടർ പറയുന്നു. ജലജ പറയാണ്, എങ്കിൽ ആ ഗുളിക ഇങ്ങ് തരാൻ പറഞ്ഞിട്ട് ആ ഗുളിക വാങ്ങിച്ചിട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഇനി ഒറ്റ ഗുളിക മതി, ഏത് ഗർഭവും നിന്ന് നിമിഷം കൊണ്ട് തന്നെ അലസി പൊക്കോളുമെന്ന് അവര് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഗുളികയും കൊണ്ടിട്ട് നേരെ ജലജ പോവാണ്. എന്നിട്ട് ഇത് നമ്മൾ കൊടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അബി പോയിട്ട് നയനോട് പറയാണ്, നയന, അവൾക്ക് അതായത് നവ്യക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ കൊടുത്തോളാമെന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ ആ ജ്യൂസ് നയനെ കൊണ്ടുവന്ന സമയത്ത് ആരും കാണാതെ ആ ഒരു ഗുളിക അതിനുള്ളിൽ ഇവര് കലർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ജ്യൂസും കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് കൊണ്ട് നവ്യക്ക് കൊടുക്കുകയാണ്. ശരി, ഞാൻ കുടിച്ചോളാം, നീ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് നവ്യ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ നവ്യ ഇരുന്നിട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ അബിയൊക്കെ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ നവ്യക്ക് എന്തോ ചെറിയൊരു ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും നമ്മുടെ വയറ്റിലെ കുഞ്ഞില്ലല്ലോ, ഇനി എന്ത് ജ്യൂസ് അടിച്ചാൽ നമുക്ക് എന്താ കുഴപ്പം? ഇനി നമ്മുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് അബിയും അമ്മയും കൂടി എന്തെങ്കിലും ചെയ്താൽ പോലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട്
നവ്യ ജ്യൂസ് മൊത്തം കുടിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ വിശാലമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബി അമ്മയോട് പറയാണ്, എന്താമേ ഇതുവരെ ഒന്നും വർക്കാവാത്തെന്ന് ചോദിക്കുന്നു. ജലജ പറയാണ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇപ്പൊ ഇത്രയും നേരമായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അബി പറയാണ്, അരമണിക്കൂറല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറയാണ്. അങ്ങനെ 1 മണിക്കൂർ കഴിയുന്നു. എന്നിട്ടും നവ്യക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആയിട്ടും നവ്യക്ക് ഒരു പ്രശ്നവുമില്ല. നവര് രാവിലെ തന്നെ എണീച്ച് അവളെ പല്ലൊക്കെ തേച്ച് കോഫിയൊക്കെ കുടിച്ച് അവള് നല്ല വിശാലമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് കാണുമ്പോൾ ജലജ അബിയോട് പറയാണ്, ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് ഡോക്ടറെ വിളിക്കുന്നുണ്ട് കേട്ടോ ജലജ. അങ്ങനെ ഡോക്ടർ പറയാണ്, അങ്ങനെ ഒരു സാധ്യതയില്ല, ആ ഒരു ഗുളിക എന്ന് പറഞ്ഞത് അത്ര എഫക്റ്റീവാ, ഇത് മെഡിക്കൽ ഫീൽഡിൽ തന്നെ ആ ഗുളിക കിട്ടാൻ തന്നെ പാടാ, അത് ബാൻ ചെയ്തിരിക്കുന്ന ഒരു ഗുളിക തന്നെയാണ്, ഒരിക്കലും ഇങ്ങനെ ഒരു ഗുളിക ആർക്കും കൊടുക്കാറ് പോലും ഇല്ല, അത്രയ്ക്കും അമ്മയ്ക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഈ ഗുളിക അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ എന്ന് ആ ഡോക്ടർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങളുടെ മരുമകൾക്ക് ഗർഭം കാണില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ആ ഗുളിക കഴിച്ചു കാണില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ജലജ പറയാണ്, അല്ല ഗുളിക കഴിച്ചത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരുമകളുടെ റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജ നവ്യ അറിയാതെ നവ്യയുടെ റിപ്പോർട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ റിപ്പോർട്ട്സ് ഒക്കെ കണ്ട് ഡോക്ടർ പറയാണ്, ഇത് ഫേക്ക് റിസൾട്ട് ആണ്, നിങ്ങൾ ആ മറ്റേ ഏത് ഡോക്ടറാണോ കാണിച്ചത് ആ ഡോക്ടർ ഒന്നിട്ട് പോയി കണ്ടു നോക്കിക്കോളൂ, നിങ്ങൾ അവരെ പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ആകെപ്പാടെ കലതുള്ളി, അപ്പൊ അവൾക്ക് ഗർഭമൊന്നും ഇല്ലല്ലേ, എന്റെ മകനെയും എന്നെ പറഞ്ഞു പറ്റിച്ച് അവൾ എന്റെ വീട്ടിലേക്ക് കടന്നു കയറതാണല്ലേ എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് തുള്ളിച്ചാടിയിട്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് അനന്തപുരിയില് ഈ വളകാപ്പൊക്കെ നടക്കാനുള്ള ആഘോഷങ്ങളൊക്കെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നവ്യയ്ക്ക് വന്നിങ്ങനെ ലഡു മധുരമൊക്കെ കൊടുക്കല്ലോ, അങ്ങനെ കൊടുക്കുന്ന ഒരു ചടങ്ങ് വരികയാണ്. അങ്ങനെ ആ ലഡു ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അപ്പം ഇങ്ങനെ മുത്തശ്ശി പറയാണ്, ജലജ നീയല്ലേ അവളുടെ അമ്മായിയമ്മ, നീ വന്ന് കൊടുക്കുക എന്ന് പറയാണ്. അതിനു മുമ്പായിട്ട് അവൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആരാന്നറിയാമോ, ഇത്രയും കാലം നവ്യനെ ഭീഷണിയുടെ മുമ്പിൽ പേടിച്ചിട്ട് അവൾക്ക് ഗർഭിണിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ ഒരു ഡോക്ടറെ തന്നെ കേട്ടോ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആ ഡോക്ടറെ കാണുമ്പോഴേക്കും നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജലജ ആ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു റിസൾട്ടൊക്കെ കാണിച്ചിട്ട് അവള് ഗർഭിണിയില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഞങ്ങൾ നിങ്ങളെ പോലീസിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ ആ ഡോക്ടർ ഇവളുടെ കാല് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനല്ല, നവ്യ കാരണമാണെല്ലാം, നവ്യ കഴുത്തിൽ കത്തിവെച്ചിട്ട് മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്റെ മുമ്പിൽ മറ്റൊരു വഴി കണ്ടില്ല, അവൾ എത്രയും പെട്ടെന്ന് ഗർഭിണിയാകും, അത് കഴിയുമ്പോൾ ഇത് സത്യമായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടാ ആ കുട്ടി എന്നോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ജലജ പറയാണ്, ഇത് വന്നിട്ട് എല്ലാവരും മുമ്പിൽ പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ പോലീസിനെ വിളിക്കുന്നു പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ഡോക്ടർ ജലജയുടെ കൂടെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഇവരെ കാണുമ്പോഴേക്കും നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ ഈ ഡോക്ടർ നിനക്ക് മധുരം തരട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ശരിക്കും നയനയ്ക്ക് നല്ലതായിട്ട് വിറയ്ക്കുന്നുണ്ട്. കാരണം അവൾക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇത് അവളെ ആദ്യം ട്രീറ്റ് ചെയ്ത ഡോക്ടറാണെന്നും എന്തോ ജലജയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട്. ഡോക്ടറോട് സത്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയെന്ന് ജലജ പറയുമ്പോഴേക്കും ഡോക്ടർ പറയാണ്, ശരിക്കും ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ തന്നെ നവ്യ ഗർഭിണിയില്ലെന്ന് എനിക്ക് മനസ്സിലായതാണ്. അന്ന് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങിയപ്പോൾ നവ്യ കഴുത്തിൽ കത്തിവെച്ചിട്ട് ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. നവ്യ ഗർഭിണിയൊന്നും അല്ല, കഴിഞ്ഞ തവണ ചെക്കപ്പിന് വന്നപ്പോഴും ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്നോട് പറയും, അടുത്ത തവണ ഞാൻ ഉറപ്പായിട്ടും ഗർഭിണി ആയിക്കോളാം, അതല്ല ഡോക്ടർ ദയവ് ചെയ്തതിന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയുകയും ഞാൻ ഇല്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു, അതുകൊണ്ട് ഞാൻ കള്ളത്തരം പറയേണ്ടി വന്നേന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അനന്തപുരി ആകെ ഇങ്ങനെ വിറച്ചു നിൽക്കുകയാണ്. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ മൊത്തം പേര് ഷോക്കായിട്ട് നിൽക്കാട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ആനിയും ജാനകിയും ഹസ്ബൻഡും ജയനും ദേവയാനിയും അതുപോലെ തന്നെ നയനയും ആദർശും അങ്ങനെ കനകവും ഗോവിന്ദനും നന്ദു അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരാണ് ശരിക്കും ഞെട്ടിപ്പോകുന്നത് കേട്ടോ. ഇങ്ങനെ ചതി നവ്യ അവരോടും ചെയ്തല്ലോ ഓർത്ത് അവരിങ്ങനെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്തൊട്ടിലൂടെ പറയാട്ടോ. അപ്പം ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊട്ടിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.